സോ 20,000 രൂപ റേഞ്ചിൽ നിങ്ങളൊരു ബെസ്റ്റ് ഫോൺസ് ഒക്കെ നോക്കുന്നുണ്ട്. ആ റേഞ്ചിലുള്ള 4 ബെസ്റ്റ് ഫോൺസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റത്തെ ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ ഐക്യൂയുടെ Z9 ആണ്. ഈ ഒരു ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസിക്കലി പ്ലാസ്റ്റിക്കിനാണ് ബിൽഡൊക്കെ തന്നെ വരുന്നത്. 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD അമോലെഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 1800 nits ബ്രൈറ്റ്നസ് ഒക്കെ തന്നെ വരുന്നുണ്ട്. 15 MB ആണ് പ്രൈമറി ക്യാമറ, അതും സോണിയുടെ IMX882 എന്ന സെൻസറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നീട് വരുന്ന 2 MB ഒരു മാക്രോ ക്യാമറയാണ്. പിന്നീട് 16 MB ആണ് സെൽഫി ക്യാമറ ഒക്കെ തന്നെയാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. ഇനി പെർഫോമൻസ് ആണെങ്കിൽ തന്നെ മിയാടെക്കിൻ്റെ ഡയമൻസിറ്റി 7200 എന്ന ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ബെസ്റ്റ് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസറാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. പിന്നീട് 5000 mAh ബാറ്ററി, 44 വാട്ടിന് ഫാസ്റ്റ് ചാർജറും ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ട്. 8GB 128GB ആണ് നമുക്ക് സ്റ്റാർട്ടിംഗ് വേരിയൻ്റ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ പ്രൈസാണ് 19,999. അപ്പോൾ ഈ ഒരു 20,000 രൂപ റേഞ്ച് നിങ്ങൾ ബെസ്റ്റ് ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോൺസ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ IQ Z9 എന്ന് പറഞ്ഞൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ്. ഇനി അടുത്തൊരു ഫോൺ എന്ന് പറഞ്ഞാൽ റിയൽമിയുടെ നാസോ 70 Pro ആണ്. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഗ്ലാസിൻ്റെയാണ് ബിൽഡൊക്കെ തന്നെ വരുന്നത്. കാണാൻ നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു ലുക്കും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നൊരു ഫോണാണ്. 6.67 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD അമോലെഡ് 120 Hz റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ ആണ്. 2000 nits പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ തന്നെ വരുന്നുണ്ട്. 15 MB ആണ് പ്രൈമറി ക്യാമറ, അതും സോണിയുടെ 890 എന്ന സെൻസറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നീട് 8 MB അൾട്രാ വൈഡ് ക്യാമറ, 2 MB മാക്രോ ക്യാമറയും റിയറിൽ വരുന്നുണ്ട്. സെൽഫി ആണെങ്കിൽ 16 MP സെൽഫി ക്യാമറ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ മിയാടെക്കിൻ്റെ ഡയമൻസിറ്റി 7050 എന്ന പ്രോസറാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. ഇതിൻ്റെ ഒരു ആൻറ്റു ബെഞ്ച്മാർക്ക് സ്കോർ എന്ന് പറഞ്ഞാൽ 6 lakhിൻ്റെ എബോ ആയിട്ടാണ് വരുന്നത്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ ഉള്ള ഫോൺ തന്നെയാണ്. ബട്ട് നേരത്തെ പറഞ്ഞ ഐക്യൂലുള്ള അത്ര പെർഫോമൻസിൽ എന്നാലും കുഴപ്പമില്ലാത്ത നല്ല പെർഫോമൻസ് ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ്. ഗെയിമിങ്ങിനൊക്കെ ആണെങ്കിൽ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ്. ഇനി ബാറ്ററി ആൻഡ് ഫാസ്റ്റ് ചാർജിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയും 67 വാട്ടിന് ഫാസ്റ്റ് ചാർജിങ് ഒക്കെ തന്നെ വരുന്നുണ്ട്. 8GB 128GB ആണ് സ്റ്റാർട്ടിംഗ് വേരിയൻറ്റ്. ഇതിൻ്റെ പ്രൈസാണ് 19,999. സോ ക്യാമറയിൽ കുറച്ചും കൂടി മുൻതൂക്കം നോക്കിയിട്ടില്ലെങ്കിൽ ബെസ്റ്റ് ക്യാമറ ഫോൺസ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ റിയൽമി നാസോ 70 Pro എന്ന് പറയുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും. ഇനി അടുത്തൊരു ഫോൺ എന്ന് പറയുന്നത് പോക്കോയുടെ ഫോണാണ്, പോക്കോ X6. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.67 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റും 1800 nits ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. ഇനി ക്യാമറ പറ്റി പറയുകയാണെങ്കിൽ 64 MB ആണ് പ്രൈമറി ക്യാമറ, 8 MB അൾട്രാ വൈഡ് ക്യാമറ, 2 MB മാക്രോ ക്യാമറ ഒക്കെ തന്നെ വരുന്നുണ്ട്. 16 MB ആണ് സെൽഫി ക്യാമറ ഒക്കെ തന്നെ വരുന്നത്. പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 2 എന്ന പ്രോസറാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. പോക്കോയുടെ ഫോൺ എന്ന് പറയുമ്പോൾ എല്ലാ ഫോണും നല്ല ഗെയിമിംഗ് ഓറിയൻറ്റഡ് തന്നെയായിരിക്കും. അപ്പം ഈ ഒരു ഫോണിലും അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ തന്നെ വരുന്നുണ്ട്. ഇനി ബാറ്ററി ആൻഡ് ഫാസ്റ്റ് ചാർജിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ 5100 mAh ബാറ്ററിയും 67 വാട്ടിന് ഫാസ്റ്റ് ചാർജിങ് ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ട്. 8GB 128GB വേരിയൻ്റ് ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ പ്രൈസ് 28,999 ആണ്. പക്ഷേ നമുക്ക് ഓഫർ സമയത്ത് 20,000 രൂപയ്ക്ക് താഴെ, അതായത് 19,999 തന്നെ ഈ ഒരു ഫോൺ കിട്ടാറുണ്ട്. സോ ഇറ്റ്സ് എ ഗുഡ് ഫോൺ, അതും പോക്കോയുടെ ഫോൺ. ഇനി ലാസ്റ്റത്തെ ഒരു ഫോൺ എന്ന് പറയുന്നത് മോട്ടോറോളയുടെ മോട്ടോ G84 എന്ന ഫോണാണ്. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ വരുന്നത് 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD OLED ഡിസ്പ്ലേ ആണ്. 120 Hz 10-bit ഡിസ്പ്ലേ ആണ് വരുന്നത്. 1300 nits ഒക്കെ തന്നെ പീക്ക് ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. 15 MB ആണ് പ്രൈമറി ക്യാമറ, 8 MB അൾട്രാ വൈഡ് ക്യാമറയും 16 MB സെൽഫി ക്യാമറ ഒക്കെ തന്നെയാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. ഇനി പെർഫോമൻസ് പറ്റി പറയുകയാണെങ്കിൽ കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 695 എന്ന പ്രോസറാണ് വരുന്നത്. ഒരു നോർമൽ ആയിട്ടുള്ളൊരു പെർഫോമൻസ് മാത്രം തരുന്ന ഒരു 15,000 രൂപയുടെ ഒക്കെ ഫോണിൽ കണ്ടുവരുന്ന പ്രോസറാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. അപ്പം ഒരു നോർമൽ ആയിട്ടുള്ളൊരു പെർഫോമൻസ് മാത്രമേ ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നുള്ളൂ. ഇനി ബാറ്ററി ആൻഡ് ഫാസ്റ്റ് ചാർജിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയും 13 വാട്ടിന് ഫാസ്റ്റ് ചാർജിങ് ഒക്കെ തന്നെ നമുക്ക് ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബേസ് മോഡൽ എന്ന് പറഞ്ഞാൽ 12GB 256GB ആണ്. ഇതിൻ്റെ പ്രൈസ് 17,999 ആണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രൈസ് കുറഞ്ഞ അത്യാവശ്യം നല്ല സ്പെക്കും കാര്യങ്ങളൊക്കെ വേണം, പക്ഷെ നിങ്ങൾക്ക് കൂടിയ റാമും സ്റ്റോറേജൊക്കെ വേണം, അതും ഈ ഒരു 18,000 20,000 രൂപയ്ക്ക് താഴെയാണെങ്കിൽ മോട്ടോറോള G84 എന്ന് പറയുന്നൊരു ബെസ്റ്റ് ഓപ്ഷൻ. കാരണം ഇതിൽ നമുക്ക് 12GB റാമും 256GB സ്റ്റോറേജൊക്കെ തന്നെ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ കിട്ടുന്നുണ്ട്. അത് കൂടാതെ തന്നെ നല്ല ഡിസ്പ്ലേയും നല്ല ക്യാമറയും കുഴപ്പമില്ലാത്ത പെർഫോമൻസും ബാറ്ററി ആൻഡ് ഫാസ്റ്റ് ചാർജിങ് എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റോക്ക് ആൻഡ്രോയിഡൊക്കെ തന്നെ വരുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു മോട്ടോറോള ഫോൺ തന്നെയാണ് G84 എന്ന് പറഞ്ഞാൽ. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ മാത്രമേ കുറച്ച് പുറകോട്ടുള്ളൂ, ബാക്കി എല്ലാത്തിലും നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. അപ്പം ഇതാണ്
ഇപ്പം ടിൽ ഈ ഒരു ജൂൺ മാസത്തിലെ ബെസ്റ്റ് ആയിട്ടുള്ള ഫോൺസ് അണ്ടർ 20K എന്ന് പറഞ്ഞത്. അപ്പം ഇത് കൂടാതെയും വേറെ ഒരുപാട് ഫോൺസ് ഉണ്ടാകും. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ബെസ്റ്റ് ഫോൺസിൻ്റെ ലിസ്റ്റാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇത് കൂടാതെയും വേറെ ബ്രാൻഡ് ഫോൺസ് ഒക്കെ തന്നെയുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ദിസ് ഈസ് ഫ്രം അഭിനവ് സൈനിങ് ഓഫ്. ബൈ.